ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അത്ര വലിയൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു ചെറിയ രീതിക്ക് ബാക്ക് ടു സ്കൂളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബുക്ക് മേടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അച്ചിച്ച വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോകും. അപ്പോൾ നമുക്കിനി പോണ വഴിയാണ്. ഗൈസ്, നമ്മുടെ ഈ പുതിയ വണ്ടിയിലെ ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷെ ഇതിലെ ഫസ്റ്റത്തെ യാത്രയാണ് എൻ്റെ. എന്താകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് കയറാമല്ലേ? കയറാം. അയ്യോ, മറ്റേ വണ്ടി ഇടിച്ച് ഇതായിപ്പോയത് കാരണം നമ്മൾ വേറെ വണ്ടി എടുത്തു കേട്ടോ. കേറിട്ടോ ഗൈസ്, നമ്മൾ ഇതിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ പോയി നമ്മൾ ബുക്ക് മേടിക്കുന്ന സ്ഥലത്തെത്തും. നമുക്കിനി അവിടെ പോയിട്ടൊക്കെ ചെന്നിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പൊ അവിടുന്ന് ബുക്ക് മേടിക്കണം. ഒരു വീട്ടിൽ ഇങ്ങനെ ഹോൾസെയിലായിട്ട് അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് അവിടെ നിന്ന് ബുക്ക് മേടിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് പോയി മേടിച്ചാൽ മതിയല്ലോ, വേറെ തപ്പിത്തരേണ്ട. അപ്പോൾ നമുക്കിനി അവിടെ തന്നെ പോയി ബുക്ക് മേടിക്കുമ്പോൾ കാണാം. ഇതാ ഇപ്പോൾ ഗൈസ്, നമ്മൾ ബുക്ക് മേടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് പുതിയ പേപ്പർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. 7 ബുക്ക് ഞാനും മേടിച്ചു, 7 ചേട്ടായി മേടിച്ചു കേട്ടോ. പിന്നെ ചേട്ടായി 5 മേടിച്ചു, ഞാൻ 7 മേടിച്ചു. അപ്പൊ ആ പൊതിയുന്ന പേപ്പറും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫയലും മേടിച്ചല്ലേ അമ്മ? ഒരു ഫയലും മേടിച്ചു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ മൊത്തം അതിനെല്ലാത്തിനും കൂടി 7 ബുക്കും 7 വരയിട്ട ബുക്കും 5 വരയിടാത്ത ബുക്കും. പിന്നെ എത്ര റാപ്പിംഗ് പേപ്പറാണ്? ഒരു 2 ലൈനും മേടിച്ചിട്ടുണ്ട്. റാപ്പിംഗ് പേപ്പർ എത്ര എണ്ണമായിരുന്നു? 3 ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ 3 റാപ്പിംഗ് പേപ്പർ മേടിച്ചു. പിന്നെ ഒരു ഫയലും മേടിച്ചു. അപ്പൊ മൊത്തത്തിൽ 600 രൂപയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബുക്കിന് 35 രൂപ വരുന്നുള്ളൂ കേട്ടോ, അല്ലേ? ഇംഗ്ലീഷിന്റെ ഒക്കെ എന്തെങ്കിലുണ്ട്. ടീച്ചർ പറഞ്ഞു പഴയതൊക്കെ തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് റെസീപ്റ്റ്. സോറി. പഴയ കോപ്പി ബുക്ക് കൊണ്ട് അതന്നെ കൊണ്ടുവന്നാൽ മതി, പേജുണ്ടെ കളയണ്ടെന്നൊക്കെ കേട്ടോ പറയണേ. എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കൂട്ടക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ ചെറിയത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, സ്മോൾ ലെറ്റർ. അപ്പൊ അതുകൊണ്ട് തീരാത്തവർക്ക് അടുത്ത ആ ബുക്കിൽ തന്നെ ബാക്കി എഴുതാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ബുക്ക് തന്നെ മതി എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞായിരിക്കുന്നു. ഇത് പട്ടിയുടെ റോഡിൽ പോയാ ഒരു പട്ടി സംഘം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വഴി കണ്ടിട്ട് തന്നെ ഇതിലൂടെയൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും പോയത്. അപ്പോൾ ഇനി നമുക്ക് അച്ചിച്ച വന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെ മേടിക്കുമെന്ന് നോക്കാം ഗൈസ്. അച്ചിച്ച വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അവിടെ എവിടെയാണ് ചെല്ലണമെന്ന് അറിയില്ല. ഇപ്പോൾ സമയം എത്രയായി? 9 മണി ആവുന്നെന്ന് തോന്നുന്നു. കടയൊക്കെ അടച്ചോന്ന് അറിയില്ല. എന്നാലും നമുക്ക് പോവാം ഗൈസ്. നമ്മൾ വൈക്കത്തൊരു കടയിലാണ് വന്നേക്കുന്നത്. ഇത് എന്ത് കട? എന്താ ബാഗ് മാത്രമേ ഉള്ളൂന്നൊന്നും അറിയില്ല. ഇതിൻ്റെയാന്ന് തോന്നുന്നത്. ഇതൊരു വീടാട്ടോ. അപ്പോൾ നമുക്ക് പോയി കയറി നോക്കാം. റെയിൻ കോട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബാഗ് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ ബാഗൊക്കെ മേടിച്ചു. ചേട്ടായിക്കാണ് ശരിക്കും ബാഗ് മേടിക്കാൻ പോയത്, പക്ഷെ എനിക്ക് കൂടി മേടിച്ചു. എനിക്കുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ. നല്ല പുത്തൻ ബാഗാണ്. ഞാൻ അധികം സ്കൂളിൽ പോകാത്ത കാരണം പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എന്നാലും ഇതെനിക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി മേടിച്ചതാണ്. ഇതിൻ്റെ അകത്താണ് ചേട്ടയുടെ ബാഗ് ഇരിക്കുന്നത്. ചേട്ടയുടെ കുഞ്ഞ് ബാഗാണ്. ആ ചേട്ടയുടെ ബാഗിൻ്റെ ഉള്ളിലാണ് 2 കുടയുടെ ഒരു കുപ്പി ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ വീട്ടിൽ ചെന്ന് കാണിക്കാം. ഇനി പോണ വഴി കാണാം. നമ്മൾ ഇത്രയൊക്കെ സംഭവങ്ങളാണ് മേടിച്ചേക്കുന്നത്. ഇനി മേടിക്കാനുണ്ട്. പെൻസില്, നെയിം സ്ലിപ്പ്, അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ട്. അതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനി നാളെ മേടിക്കും. ഇപ്പം മേടിച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മൾ അതിന് ആദ്യത്തെ ഒരു ഇതിൽ കാണിച്ചതാണ്. അപ്പം ഇവിടെ മുതൽ തുടങ്ങാം. ഇത് ചേട്ടായിയുടെ +2 കൊണ്ടുപോകാനുള്ള ബാഗാണ്. ചേട്ടായിക്ക് കുഞ്ഞ് ബാഗാണ്, നല്ല സ്പേസ് ഉള്ള ബാഗ് കേട്ടോ. കണ്ടോ, ഒത്തിരി സ്ഥലമുണ്ട്. ഇവിടെ വേറൊരു കള്ളിയുണ്ട്, ഇവിടെ ഉണ്ട്. പുഴയിലൊന്നും ഇല്ലല്ലോ. പിന്നെ 2 വെള്ളം വയ്ക്കാൻ. ഇതിനിടക്കും ഉണ്ടോ കള്ളി? ഇല്ല കേട്ടോ. വെള്ളം വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് ചേട്ടായിയുടെ ബാഗ്. നല്ല രസമുണ്ട്. പക്ഷെ എൻ്റെ ബാഗിന് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ചേട്ടായിയുടെ ബാഗ് മേടിക്കാൻ പോയതാണ്.
അവിടെ ചെന്നപ്പോൾ നല്ല ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഓഫറുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ചേട്ടായുടെ ബാഗ് ഒരു 1000 രൂപയെങ്കിലും ആവും. ചെറുതിനൊക്കെ ഭയങ്കര വിലയാണെന്ന് ഓർത്താണ് ഞങ്ങൾ പോയത്. പക്ഷെ അതിന് 555 അങ്ങനെ എന്തോ ആണ് വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് നിന്നപ്പോഴും എനിക്ക് അമ്മ മേടിച്ചു തന്നതാണ്. അപ്പം നാളെ ഞാൻ ഇതായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ മറ്റന്നാൾ മുതൽ ഞാൻ മറ്റേ എൻ്റെ പഴയ പിങ്ക് ബാഗാണ് കൊണ്ടുവന്നത്. ഈ ബാഗ് ചെറുതാണ്, എൻ്റെ എല്ലാ ബുക്കുകളിൽ കയറത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ നോട്ട് തന്നെ ഇത്ര ഉണ്ട്. ഷോർട്ട് ഇതും പോരാണ്ട് അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ, അത് വേറെയാണ്. അപ്പം ഇതൊക്കെ ഇനി പൊതിയണം, അതാണ് ഏറ്റവും വലിയ പണി. ചേട്ടായിക്ക് ഇനി പൊതിയൊന്നും വേണ്ട, എനിക്ക് എല്ലാ ബുക്കും പൊതിഞ്ഞുകൊണ്ട് ചെല്ലണമെന്നുണ്ട് കേട്ടോ. പൊതിഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. എൻ്റെ ബാഗ് ഇതേ ഇവിടെ ഒരു കള്ളിയുണ്ട്, ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇത് ഇവിടം വരെ ഉണ്ട്. ഇതൊക്കെ ഇതിലുള്ളതാണ്. പിന്നെ ഇതേ ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ലഞ്ച് ബോക്സ്. പിന്നെ ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. മൊത്തത്തിൽ 1 2 3 4 കള്ളിയോ അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ 2 വെള്ളം വയ്ക്കാനുള്ള 2 സ്ഥലവും കൂടി ഉണ്ട്. പിന്നെ ഈ സംഭവം നമ്മുടെ ബുക്ക് പൊതിയാനുള്ള റാപ്പിംഗ് പേപ്പറാണ്. നമ്മൾ 3 മേടിച്ചിട്ടുണ്ട്. എങ്ങനെ തികയോന്നറിയില്ല, കുറച്ചല്ലേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര വില വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇതിൽ 80 എന്നാണ് കാണിക്കുന്നതിലും 80 ഒന്നും മേടിച്ചില്ല കേട്ടോ, ഓഫർ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ പിറ്റേ ദിവസം പോയി മേടിച്ചു, കാരണം എല്ലാത്തിനും ഭയങ്കര ഓഫറുണ്ട്. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ നാളെ സ്കൂൾ തുറക്കും. ഇന്ന് ഓഫർ പിന്നെ കുറേ നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ അതും പോരായിട്ട് ഓഫർ എന്ന് വെച്ചാൽ ഓഫർ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും സ്കൂൾ തുറക്കുമ്പോൾ ഓഫർ ഉള്ളതല്ലോ. സ്നോ ഇടക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പിന്നെ മേടിച്ചു കേട്ടോ. 3 എനിക്ക് പൊതിയാൻ തികയോ എന്നാണ് എൻ്റെ ഡൗട്ട്. തികയല്ലോ, തികയൊക്കെ ചെയ്യും. അപ്പം ബാഗ് ഇനി അടുത്ത ബുക്ക് എന്തുവാടാ അവനവിടെ നിന്നിട്ട് നക്കുവാ. അപ്പോൾ ബുക്ക് വരുന്നത് അതെ ഞാൻ 2 ലൈൻ മേടിച്ചു. 2 ലൈൻ എനിക്ക് 2 വേണം, പറഞ്ഞാൽ അകത്തിരിപ്പുണ്ട്. ഇവിടെ എന്തുവാടാ കൂടി കയറി പോണത്. പിന്നെ ഇങ്ങനത്തെ ഒരു ബുക്ക്. കഴിഞ്ഞ വർഷം ഞാൻ ക്ലാസ്മേറ്റിൻ്റെ ബുക്കാണ് മേടിച്ചത്. അല്ലേ, ഇത് ചേട്ടായിയുടെ ആട്ടോ. ചേട്ടായിക്ക് വരയിടാത്ത ബുക്ക് വേണം. +2 10 മുതൽ അങ്ങനെ 10 9 മുതൽ അങ്ങനെയാണ്. എൻ്റെ ബുക്ക് ഞാൻ കാണിച്ചത് കേട്ടോ. എൻ്റെ ബുക്ക് ഇതാണ് ഗൈസ് എൻ്റെ ബുക്ക്. എൻ്റെ ബുക്ക് വരയിട്ടതാണ് വേണ്ടത്. ചേട്ടായിക്ക് 5 ബുക്കോളം മതി കേട്ടോ. എനിക്ക് പക്ഷേ കുറേ ബുക്ക് വേണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ ബാഗ്, വലുതായി വരുമ്പോൾ വലിയ വലിയ ബാഗ് വേണമെന്നാണ് ഞാൻ കുഞ്ഞിനെ വിചാരിച്ചത്. ഇപ്പം അങ്ങനെയല്ല, കുറേ നാൾക്ക് അറിയാമല്ലോ. അപ്പം ഇപ്പോഴാണ് മനസ്സിലായത് ഈ ചെറുപ്പത്തിലുള്ള പിള്ളേർക്കാണ് വലിയ ബാഗ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രായത്തിലുള്ളവർക്ക്. ചേട്ടായിയുടെ ഈ +2 10ാം ക്ലാസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടോണ്ടിരിക്കും കേട്ടോ ബാഗ്. അപ്പം അതാണ് എനിക്ക് ഏറ്റവും തോന്നിയൊരു പ്രത്യേകത. പിന്നെ വരുവാണെങ്കിൽ കുട നമ്മൾ 2 മേടിച്ചു. ചേട്ടായിക്കും ഒരെണ്ണം എനിക്കും. എനിക്ക് ഇപ്രാവശ്യം ഞാൻ മറ്റേ ഞെക്കുമ്പോൾ തുറക്കുന്ന കുടയൊന്നും മേടിച്ചില്ല, കാരണം അവിടെ അത് ഇല്ലായിരുന്നു. പിന്നെ അത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. എന്നാൽ എനിക്കതിപ്പോൾ ഞാൻ 4 വെച്ചാണ് ലാസ്റ്റ് ആയിട്ട് ആ കുട മേടിച്ചത്. 5 ഒന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമായില്ല ആ കുട. എന്ന് വെച്ചാൽ അത് നമ്മൾ കുത്തി പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും, അപ്പൂപ്പന്മാരെ പോലെ. ബാഗിലൊന്നും വെക്കാൻ പറ്റില്ല, ഭയങ്കര നീട്ടമല്ലേ. അപ്പം ഞാൻ ചെറിയ കുട, ഇതൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ കയറ്റി വെക്കാം. ഇത് ചേട്ടായിയുടെ, ഇതെൻ്റെ. നല്ല രസമായിട്ടോ, ഞാൻ ഒരെണ്ണം തുറന്ന് വെച്ചിടാം. എൻ്റെ കാണാൻ നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേത് ബ്രാൻഡ് മനസ്സിലായോ? ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇപ്പം ഞാൻ തുറക്കുന്നില്ല, തുറന്നാൽ മൊത്തത്തിൽ ചളമായിരിക്കും. ഞാൻ കയറ്റി വെച്ചോളാം. നല്ല രസമുണ്ടല്ലോ ഈ കളറ് കാണാൻ. ചേട്ടായിക്കൊരു ബ്രൗണാണ്, അവിടെ ബ്ലാക്ക് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു ഈ കളർ, അവിടെ എടുത്ത്. പിന്നെ ഒരു ഫയലുണ്ട്. ഫയൽ ഞാൻ ചുമ്മാ ജസ്റ്റ് നമുക്ക് പരീക്ഷയ്ക്ക്, ഇനി ഇതൊന്നും പോരാ, എനിക്ക് വേറൊരു ഫയലും കൂടി വേണം. ഹിന്ദിയുടെ എക്സാമിൻ്റെ പേപ്പറൊക്കെ വയ്ക്കാൻ പ്രത്യേകിച്ച് വേറൊരെണ്ണം വേണം. ഇത് നമുക്ക് എല്ലാ പേപ്പറും കൂടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹിന്ദിയുടെ വേറൊരു പ്രത്യേകിച്ച് ഒരു ഫയൽ കൂടി വേണം. ലാസ്റ്റായിട്ട് ഒരു കുപ്പിയാണ്. കുപ്പി ഞാൻ മേടിക്കണോ വേണ്ടയോ എന്ന് വെച്ച് പോയതാണ്. പിന്നെ മേടിച്ചു. എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത്ര ഉള്ള 1/2 ലിറ്റർ പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത്ര ഉള്ളൊരു കുപ്പിയാണ് ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടുപോയത്. അത് ഞാൻ പകുതി ക്ലാസ്സിന് പോലും കൊണ്ടുപോയിട്ടില്ല. ജലദോഷം ഉണ്ട് കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ 2 മാസം ആർക്കും പനി വരില്ല. ഈ സ്കൂൾ തുറക്കാറാകുമ്പോൾ പനി കയറി. എനിക്ക് പനി 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ജലദോഷത്തിലായിട്ടുണ്ട്. നാളെ എങ്ങനെയാവുമോ?
ഈ കുപ്പിയുടെ പ്രത്യേകത നല്ല അടിപൊളി ബ്രാൻഡാണ്. കണ്ടോ ഇവിടെ ഞെക്കി കളിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം. ഇത് 1 ലിറ്ററിൻ്റെ അല്ലേ? 1 ലിറ്റർ അല്ലേ? പിന്നെ അരയുള്ളൂ. ഇത് 1 അമ്മേനോട് ചോദിക്കാം. അമ്മേ ഒന്ന് വന്നേ. അമ്മ വന്നാ മതി. 1 ലിറ്റർ അടുക്കയില്ലേ? 3/4 കൂടുതൽ കിട്ടുന്നത് 1 ലിറ്റർ ആണോ? എന്തായാലും 1 ലിറ്റർ ആണ്. പുള്ളിക്കാരി 1 ലിറ്റർ എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത്. 950 ആണെന്നൊക്കെ പറയുന്നത്. ഇത്ര 1 ലിറ്റർ അടുക്കുണ്ട്. 900 അല്ല എന്ന് വെച്ചാൽ ഏകദേശം വരുമ്പോൾ ഒരു 3/4 ഭാഗം കഴിഞ്ഞിട്ടുള്ള എന്തുവാടാ. എടാ നിനക്ക് പഠിക്കാൻ ഈ പൂച്ചകളെ കുറിച്ച് പറയുകയാണ്. അവർക്ക് പഠിക്കണ്ട, കുളിക്കണ്ട, നനക്കണ്ട, അവർക്കങ്ങ് സുഖമായിട്ട് നടന്നു പോകില്ല. എവിടെ പോയാലും തീറ്റ കിട്ടും. പൂച്ചകളെ എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആശ്രയിച്ചെടുക്കുമല്ലോ. ഇവർക്കൊക്കെ എൻ്റെ ഭാഗ്യമല്ലേ. പിന്നെ നല്ല കുപ്പി, നല്ല സ്പേസ് ഉള്ള കുപ്പിയാണ്. 1 ലിറ്ററിൻ്റെ കുപ്പി എങ്ങനെയാണെന്നറിയാമല്ലോ. അപ്പം ഞാൻ സ്റ്റീലിൻ്റെയാണ് ഇപ്രാവശ്യം മേടിച്ചത്. കഴിഞ്ഞ വട്ടമൊക്കെ പ്ലാസ്റ്റിക്കും മേടിച്ചിട്ട് ഒരു സുഖമില്ലായിരുന്നു. ഹായ് ടാറ്റ. ദേവ കൈയൊക്കെ പൊക്കി ഹായ് തരണം. ചെളിയിലൊക്കെ പോയി വരുന്നുണ്ട്. അപ്പോൾ ഇനി നാളത്തെ വിശേഷം ഞാൻ കാണിക്കുന്നില്ല. കാരണം നാളെ നമ്മൾ പെൻസിലും പേന അങ്ങനത്തെ നമുക്ക് അറിയാമല്ലോ. അത് ഞാൻ എന്തായാലും മേടിക്കണം. അപ്പോൾ നാളെ എന്തായാലും എഴുതിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രിയും കൂടി ആയതുകൊണ്ട് കടയിൽ കടക്കാറായതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അങ്ങനത്തെ ആ കട വഴിയൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നാളെ മേടിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മേടിച്ചോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. സ്കൂളിൽ പഠിക്കുന്ന എത്ര പേരുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.